Hey there, I'm your friend ഷെമി കെ പി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. ആ യൂട്യൂബ് വീഡിയോസിലെല്ലാം ആളുകൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോഴും വേറെ ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ വീഡിയോ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഐ എം സിർമോറിലാണ്. ഐ എം സിർമോർ എന്ന് കാണിച്ചു കൊടുത്തത്. ഐ എം സിർമോറിലാണ്. അപ്പോൾ ഐ എം സിർമോർ എന്ന് പറയുന്നത് IIMS നിങ്ങൾക്ക് അറിയാം. IIMSൽ MBA ചെയ്യാം. കാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് കയറാൻ പറ്റുക. 12th കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് കയറാനുള്ള ഒരു ഓപ്ഷനാണ് IP MAT എന്ന് പറയുന്ന എക്സാം എഴുതുന്നത്. അപ്പോൾ IP MATൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് IP MAT ഇൻഡോറാണ്. IP MAT ഇൻഡോർ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IIM ഇൻഡോറിലോട്ട് കയറാൻ പറ്റും. IP MAT ഇൻഡോറിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് IIM റാഞ്ചിയിലും അതുപോലെ തന്നെ ഈ വർഷം തൊട്ട് IIM അമൃത്സർ തുടങ്ങുന്നുണ്ട്. IIM ഷിലോങ്ങും ടോപ്പ് ലെവലിലുള്ള ഒരു IIM ആണ്. തുടങ്ങാൻ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹിൻ്റൊക്കെ തരുന്നുണ്ട്. IIM ബാംഗ്ലൂരും അതുപോലെ തന്നെ മറ്റ് ചില IIMs ഒക്കെ അവരുടെ UG പ്രോഗ്രാംസ് തുടങ്ങാൻ നിൽക്കുവാണ്. സോ ആ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ളൊരു റിഗ്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നീറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഞാൻ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കിങ്ങനെ 10th ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കോമേഴ്സിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, സയൻസിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കോമേഴ്സിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ ഇഷ്ടമായിരുന്നു. സയൻസിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയും സയൻസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് ഓപ്ഷനിലോട്ടും പോവാം. അപ്പോൾ എല്ലാത്തിലും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരാൾ എന്താ ചെയ്യുക, സയൻസ് എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ സയൻസിൽ എനിക്ക് ഇഷ്ടം, ആ ഒരു സയൻസിൻ്റെ ഇഷ്ടം ഞാൻ സയൻസ് എടുത്ത കഴിഞ്ഞിട്ടാണ് എനിക്ക് സയൻസിനോട് ഇഷ്ടം വരാൻ തുടങ്ങിയത്. സോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇപ്പം ഞാൻ IIM സിർമോറിലെത്തി. റൈറ്റ്, IIM സിർമോറിലെത്തി കഴിഞ്ഞിട്ടും എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, വൺസ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ 12th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ അടിപൊളി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളൊരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ മേ ബി ഇതൊരു ഇല്യൂഷൻ ആയിരിക്കാം. കാരണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ ആലോചിക്കാം ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷന് ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. റെക്കോർഡ് ചെയ്ത് വേസ്റ്റ് ആവും, കുഴപ്പമില്ല, കുറച്ചുകൂടി നല്ല ജ്യൂസ് വാങ്ങാനായിരുന്നു. അപ്പം നമ്മൾ എവിടെയായിരുന്നു? എടുത്തോ? എടുക്കുക എടുത്തുകൊണ്ടിരിക്കുകയാണോ? അതെ, ഇതെന്തെങ്കിലുമൊക്കെ ബ്ലൂപ്പറൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തതാണ്. അതിനുള്ള അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ IIM സിർമോറിലാണ് ഉണ്ടത്. നമ്മളുകൂടെ തേജ് IIM സിർമോറിലാണ്. ബട്ട് സംവെയർ ഡീപ്പ് ഇൻസൈഡ് യുവർ മൈൻഡ് യു ഫീൽ ലൈക്ക് എനിക്ക് IIM ഇൻഡോർ കിട്ടിയില്ല. നിങ്ങൾ ലൈക്ക് IIT നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾ NIT കയറി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് തോന്നും എനിക്ക് IIT കിട്ടിയില്ലല്ലോ എന്നുള്ളത്. മേ ബി ഏതെങ്കിലും IIT പാലക്കാടൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും IIT മദ്രാസ് കിട്ടിയില്ലല്ലോ, IIM ബോംബെ കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ BTECനകത്ത് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ടോപ്പ് ബ്രാഞ്ച് കിട്ടിയില്ലല്ലോ. ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് CUET ഞാൻ ഫോക്കസ് ചെയ്തില്ല. CUET ആസ് എൻ എക്സാം എല്ലാവർക്കും അറിയാം. പക്ഷേ CUETയിൽ നിങ്ങൾക്ക് ഹൈ പേയിങ് ആയിട്ടുള്ള ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ഉള്ള കാര്യം പലർക്കും അറിയില്ല. എല്ലാവർക്കും അറിയുന്നത് എന്താ, കുറച്ച് BSc ഉണ്ട്, കുറച്ച് BA ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ ബിസിനസ് രംഗത്തും ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തും ഹൈ പേയിങ്ങും അതുപോലെ തന്നെ ഹൈലി അംബിഷ്യസ് രീതിയിലുള്ള കരിയർ ഓപ്ഷൻസ് CUETനകത്തുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും റിഗ്രറ്റുള്ള കോളേജാണ്, ഞാൻ ഫോക്കസ് ചെയ്തില്ല എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റുള്ള കോളേജാണ് ഷഹീദ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്. ഇതിൻ്റെ ഷോർട്ട് ഫോം ഫസ്റ്റത്തെ അക്ഷരം SSCCBS അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ ഒരു കോളേജ് എനിക്ക് ഇത്രയും റിഗ്രറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IIMൽ നിങ്ങൾ പഠിക്കുമ്പോൾ യു ആർ പേയിങ് എ ഹൈ ഫീ, ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ പലരും ഇത് ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്, നിങ്ങൾ എല്ലാവരും സ്കോളർ ലോണാണ് എടുക്കാറ്. സ്കോളർ ലോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊളാറ്ററൽ വെക്കണ്ട, അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവാണ് കമ്പയർ ടു അതർ ലോൺസ് ഭയങ്കര കുറവാണ്. കമ്പയർ ടു അതർ ലോൺസ് പ്ലസ് കൊളാറ്ററൽ നിങ്ങളൊന്നും വെക്കണ്ട, ഇത്ര വലിയ തുക നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡേ വരുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡേക്കകത്ത് തന്നെ അവിടെ ബാങ്കുകാർ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ലോൺ ഭയങ്കര ഈസി ആയിട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെയാണ് IIMൽ നിങ്ങൾ UG ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIMsൽ UG ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. റൈറ്റ്, നിങ്ങൾ IIMൽ UG ചെയ്യാതെ തന്നെ നിങ്ങൾ കാറ്റ് ചെയ്ത് നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് നല്ല രീതിയിൽ എടുത്തിട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ട് കുറച്ചൊക്കെ എക്സ്ട്രാ കരിക്കുലേഴ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാറ്റ് ചെയ്തിട്ട് കാറ്റിൽ നല്ല സ്കോർ വാങ്ങി ഇൻ്റർവ്യൂവിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് നിങ്ങൾ MBAയിൽ ഇരുന്നിട്ട് 5th ഇയർ കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കഴിയുമ്പോഴും നിങ്ങൾ IPM ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പ്ലേസ്മെൻറ്റ് വാങ്ങുമ്പോഴും വലിയ ഡിഫറൻസ് ഇല്ല നിങ്ങളുടെ ഔട്ട്കത്തിൽ.
നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ 5 ഇയർ IPM ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 5 ഇയർ IM-ലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. വേറെ മറ്റേതിൽ നിങ്ങൾ 2 ഇയർ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ബട്ട് ഹൗ മച്ച് മണി യു ആർ പേയിങ്, ലൈക്ക് നിങ്ങൾ സ്കോളർ ലോണാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ തിരിച്ചടക്കാൻ കൂടുതൽ ടൈം എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പൈസയൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും പൈസ നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഷഹീദ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഇയർ കഴിഞ്ഞാൽ തന്നെ UG കഴിഞ്ഞാൽ തന്നെ UG കഴിഞ്ഞാൽ തന്നെ നല്ലൊരു 10 lakh 11 lakhs പെർ ആനത്തിൻ്റെ ആവറേജ് പാക്കേജ് എന്ത് ഷഹീദ് സുഖ്ദേവിലൊക്കെ ഉണ്ട്. ഞാൻ ആവറേജ് ആണ് പറഞ്ഞത്, ഹയസ്റ്റ് എനിക്കറിയില്ല. ഹയസ്റ്റ് ചിലപ്പോൾ 30-40 ഒക്കെ ഉണ്ടാവും, മേ ബി ഹയർ ദാൻ ഉണ്ടാവും. ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഹയസ്റ്റ് എത്രയാണ്, ആവറേജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും UG കഴിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു പ്ലേസ്മെൻ്റ് ഉണ്ട്. സാധാരണ IPM കോളേജിൽ IM ഇൻഡോറിലാണെങ്കിൽ പോലും, IM ഇൻഡോറിലാണെങ്കിൽ മേക്ക് സെൻസ്, കുറച്ചൊക്കെ മേക്ക് സെൻസ്. കാരണം നിങ്ങൾക്ക് പിന്നെ കാറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ IPMAT ചെയ്തിട്ട് നിങ്ങൾ IM ഇൻഡോറിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു IM-ൽ നിങ്ങൾ കയറി കഴിഞ്ഞു. അപ്പം പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ MBA ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ബട്ട് IM റാഞ്ചി, IM റോത്തക്, ബാക്കി എല്ലാ IMസും IM ചെറുമോറും UGക്ക് വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ 3rd ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 5 ഇയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ആ ഫീ പേ ചെയ്യണം. ലോൺ എടുത്തിട്ടായാലും സ്വന്തം പൈസക്ക് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ ഈ ഷഹീദ് സുഖ്ദേവിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷഹീദ് സുഖ്ദേവ് നിങ്ങളെ മനസ്സിൽ വെക്കേണ്ട ഒരു BMS-ന് ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നാണ് കോഴ്സിൻ്റെ പേര്. ഇറ്റ്സ് ഈസ് ലൈക്ക് BBA പോലത്തെ സംഭവം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ BBA എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിലും ലോ പേയിങ് ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു പാക്കേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് UG ഉള്ളൂ, പിന്നെ ഫീ ലൈക്ക് 1 lakh അറൗണ്ടേ വരുന്നുള്ളൂ. 1 lakh എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ തുകയായിട്ട് തോന്നുന്നുണ്ടാവും. ബട്ട് ദ ഔട്ട്കം ദാറ്റ് യു ആർ ഗെറ്റിംഗ്, റൈറ്റ്? നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് CPA ആണ്, കോസ്റ്റ് ടു കമ്പനി. CPA എന്നല്ല പറയുന്നത്, കോസ്റ്റ് CTA ആണ്, CTC ആണ്. CTC 10 lakhs പെർ ആനം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷത്തിന് നിങ്ങൾ വെറും 1 lakh പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി 100% കൂടുതൽ റിക്കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആലോചിക്കണം. വേറാസ് നിങ്ങൾ IM ഇൻഡോർ, IM റാഞ്ചി, IM റോത്തക്ക് എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ 3 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. പക്ഷേ 5 ഇയർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ 5 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ UG കഴിഞ്ഞ് ഉടനെ MBA എടുത്ത് വിത്തൗട്ട് എനി വർക്ക് എക്സ്പീരിയൻസ്. സാധാരണ മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാവാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡിഗ്രി ചെയ്യുന്നു, പിന്നെ കുറച്ച് കാലം കമ്പനീനകത്ത് കോർപ്പറേറ്റിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ MBA എടുക്കുന്നത്, റൈറ്റ്? MBA എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒപ്പമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് 3 ഇയേഴ്സ് നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നില്ല വീണ്ടും കോളേജ് എക്സ്പീരിയൻസ് എന്നൊക്കെ. ആ ഒരു ടൈമിൽ നിങ്ങൾ MBA എടുത്തിട്ട് വീണ്ടും ഒരു കരിയർ അപ്ഗ്രേഡൊക്കെ ചെയ്യുക, ആ ഒരു രീതി ആയിരിക്കാം മേ ബി ബെറ്റർ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാരണം തന്നെ എനിക്ക് ഷഹീദ് സുഖ്ദേവ് ഞാൻ ഫോക്കസ് ചെയ്തില്ല. ഞാൻ IMSന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. എല്ലാം ഞാൻ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. നീറ്റിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വഴിമാറി വന്നതാണ് ഈ ബിസിനസ് മാനേജ്മെൻറ്റ് ഫീൽഡിലോട്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര റിഗ്രറ്റുള്ളൊരു സംഭവമാണ് ഞാൻ ഷഹീദ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് CUET ഫോക്കസ് ചെയ്തില്ല. ഹൈ പാക്കേജ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ സംഭവമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ടൈമിൽ അറിയാൻ പറ്റിയില്ല. പക്ഷേ എനിക്കറിയാത്തത് എൻ്റെ ജൂനിയേഴ്സിനെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾ CUET-ൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മാത്സ് മാൻഡേറ്ററി ആണ്. മാത്സും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും, പിന്നെ 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസിയോ എന്തും നിങ്ങൾക്ക് കൊടുക്കാം. സയൻസ് സ്റ്റുഡൻസിന് എല്ലാവർക്കും കയറാൻ പറ്റും. ഒബ്വിയസ്ലി മാത്സ് CUET-ൽ എഴുതണം. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. അതിൻ്റെ മുന്നേ ഇതുപോലത്തെ എനിക്ക് വന്ന റിഗ്രറ്റ്സ് എല്ലാം എൻ്റെ ജൂനിയേഴ്സിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കരിയർ കൗൺസിലിംഗ് പോലത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. 1000ways.in എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് വന്ന റിഗ്രറ്റ്സ് എന്നോടൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്കത് വരരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കരിയർ കൗൺസിലിങ്ങിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 199 റുപ്പീസിന് നമുക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളായിരുന്നു ഈ വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.